റിപ്പോർട്ടിനെതിരായ വിമർശനത്തിൽ ഫിലിം ചേംബർ യോഗത്തിൽ ഭിന്നാഭിപ്രായം. ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടിന്റെ പരാമർശങ്ങളോട് സാൻഡ്ര തോമസ് അടക്കമുള്ള അംഗങ്ങൾക്ക് വിയോജിപ്പ്. സജി നന്ദ്യാട്ട് പറഞ്ഞത് ചേംബറിന്റെ ഔദ്യോഗിക നിലപാടല്ലെന്നും അംഗങ്ങൾ പറഞ്ഞു. സിനിമാ സംഘടനകൾ നിലപാട് വ്യക്തമാക്കണമെന്ന് സാൻഡ്ര തോമസ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം സജി നന്ദ്യാട്ടിന്റെ വാർത്താ സമ്മേളനമൊക്കെ നമ്മൾ കേട്ടതാണ്. ഈ എല്ലാ താരങ്ങളെയും വില്ലന്മാരാക്കുന്നതിനോട് യോജിപ്പില്ല. എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ തൊഴിലിടത്തെ പ്രശ്നം മാത്രം എന്തിനാണ് ഇത്തരത്തിൽ വലിയ ഒരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു സജി നന്ദ്യാട്ട് പറഞ്ഞത്. എന്താണെങ്കിലും വിവരങ്ങളുമായി കൃഷ്ണപ്രിയ ചേരുന്നുണ്ട്. കൃഷ്ണപ്രിയ, ഇന്നിപ്പോ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഈ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്താനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഭിന്നാഭിപ്രായങ്ങൾ. ഈ ഫിലിം ചേംബറിലെ ഔദ്യോഗിക നിലപാടല്ല സജി നന്ദ്യാട്ട് പറഞ്ഞതെന്നടക്കമുള്ള ഫിലിം ചേംബർ യോഗത്തിലെ ഭിന്നാഭിപ്രായം പുറത്തു വരുന്നത്. ഇപ്പോൾ സാൻഡ്ര തോമസിന്റെ നിലപാടെന്താണ്? സേതുലക്ഷ്മി, അതുതന്നെയാണ് ഇന്നലെ നടന്ന ഫിലിം ചേംബറിൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് ഇത്തരത്തിൽ സജി നന്ദ്യാട്ടിൻ്റെ പരാമർശം ഉണ്ടായത്. അതും ഫിലിം ചേംബറിൻ്റെ പ്രസിഡന്റായ BR ജേക്കബിൻ്റെ പ്രസ്താവനയ്ക്കു ശേഷമായിരുന്നു സജി നന്ദ്യാട്ടിൻ്റെ പരാമർശങ്ങൾ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. BR ജേക്കബ് പറഞ്ഞതനുസരിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ടില്ല എന്നും അല്ലാത്ത പക്ഷം ഇതിൽ അഭിപ്രായം പറയുന്നത് ഉചിതമല്ല എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ അല്ല, ഈ ഫിലിം ചേംബറിൻ്റെ ഔദ്യോഗിക നിലപാട് ഇപ്പോൾ അങ്ങനെയാണ് എന്നാണ് നമ്മളെ അറിയിച്ചിരുന്നത്. ഈ ജനറൽ ബോഡിക്ക് ശേഷം ഈ വിഷയം ചർച്ച ചെയ്തെങ്കിൽ അതിൽ തുടർ നടപടികൾ അറിയിക്കും, അതിൽ ഔദ്യോഗിക നിലപാട് എന്താണെന്ന് അറിയിക്കുമെന്നായിരുന്നു പിന്നീട് പറഞ്ഞത്. ഇതിനുശേഷമാണ് സജി നന്ദ്യാട്ടിൻ്റെ പ്രതികരണം വരുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിമുടി ആരോപണങ്ങളാണെന്നും ഇത് ഏകപക്ഷീയമാണെന്നും ജുഡീഷ്യൽ പവർ ഇല്ലാത്ത റിപ്പോർട്ടാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആരോപണങ്ങളിലൊന്ന്. കൂടാതെ ഈ മൊഴികൾ ഇത് പറഞ്ഞു പഠിപ്പിച്ചത്, ഹോം ട്യൂഷൻ കൊടുത്ത് പറഞ്ഞു പഠിപ്പിച്ച് വിട്ടതാണെന്നും ഈ മൊഴികൾ നൽകിയത് യഥാർത്ഥ ആർട്ടിസ്റ്റുകൾ തന്നെയാണോ എന്നും സംശയമുണ്ട് എന്നുമായിരുന്നു ഇദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇത് തൻ്റെ വ്യക്തിപരമായ നിലപാട് മാത്രമാണ്, ഫിലിം ചേംബറിൻ്റെ സംഘടനയുടെ നിലപാടല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. ഇതിനു പിന്നാലെ ജനറൽ ബോഡി മീറ്റിംഗിലാണ് ഇത്തരത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായത്. സാന്ദ്ര തോമസ് അടക്കമുള്ള അംഗങ്ങൾ ഇതിനെ സജി നന്ദ്യാട്ടിൻ്റെ നിലപാടിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു. ഇത്തരം ഒരു പൊതുവേദിയിൽ അത് ഫിലിം ചേംബറിൻ്റെ ഔദ്യോഗികമല്ലാത്ത ഒരു നിലപാട് പറയേണ്ട കാര്യമില്ലായിരുന്നു, സജി നന്ദ്യാട്ടിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയേണ്ട ഇടമല്ലായിരുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഈ മൊഴികൾ നൽകിയത് യഥാർത്ഥ ആർട്ടിസ്റ്റുകൾ തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഈ ഹേമ കമ്മിറ്റിയിലുള്ള സംഘടനയുടെ നിലപാട് അതെന്താണെന്ന് എത്രയും വേഗം വ്യക്തമാക്കണം എന്ന് തന്നെയായിരുന്നു സാന്ദ്ര തോമസ് അടക്കമുള്ള അംഗങ്ങൾ ഇന്നലത്തെ ജനറൽ ബോഡി മീറ്റിംഗിൽ ഉന്നയിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് തന്നെ ഫേസ്ബുക്കിലൂടെ തൻ്റെ നിലപാട് എന്താണ്, തനിക്ക് പറയാനുള്ളത് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംഘടനകൾ, സിനിമാ ലോകത്തെ സംഘടനകൾ ആരും തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരു പ്രതികരണം ഇപ്പോൾ ഔദ്യോഗികമായി നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ എന്തിനാണ്, ആർക്കു വേണ്ടിയാണ് ഇത് ഇങ്ങനെ മറച്ചു പിടിക്കുന്നത്, മൂടി വെക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. ഇന്നലത്തെ ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഇത്തരം മൗനം പാലിക്കുന്നത്? എല്ലാ സംഘടനകളിലും ഇത്തരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടതുപോലെയുള്ള പവർ ഗ്രൂപ്പിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം എന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങളാണ് സാന്ദ്ര തോമസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ റിപ്പോർട്ട് പഠിക്കാൻ ഒരാഴ്ച സമയമെടുക്കേണ്ട കാര്യമില്ല എന്ന് സാന്ദ്ര തോമസ് ഉറപ്പിച്ചു പറയുകയാണ്. ഇന്നലെ BR ജേക്കബും അതുപോലെ തന്നെ ഈ സജി നന്ദ്യാട്ടും അടക്കമുള്ള ഈ നേതൃത്വങ്ങൾ നമ്മളെ അറിയിച്ചത് റിപ്പോർട്ട് പഠിച്ചിട്ടില്ല, റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്ന കാര്യങ്ങളാണ്. ഈ പൊതുമധ്യത്തിൽ പൊതുസമക്ഷത്തിൽ ലഭ്യമായ ഒരു റിപ്പോർട്ട് പഠിക്കാൻ ഒരാഴ്ച എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഈ മൗനം പാലിക്കുന്നതിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാള സിനിമ അപഹാസ്യമാകുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം ഈ ഒരു സാഹചര്യം വന്നതിൽ എല്ലാ സിനിമാ പ്രവർത്തകർക്കും അതിനകത്ത് പങ്കുണ്ട്. ഇനിയും നിലപാട് വ്യക്തമാക്കി
പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ സമൂഹം ഈ മലയാള സിനിമാ മേഖലയെ അല്ലെങ്കിൽ താരങ്ങളെ കല്ലെറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകുമെന്നാണ് സാന്ദ്ര തോമസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഭിന്നാഭിപ്രായം ഫിലിം ചേംബറിൽ തന്നെ വന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം അത് ഇന്നോ നാളെയോ ചേരുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം ചേംബറിന്റെ ഔദ്യോഗിക നിലപാട്, ഹേമ കമ്മിറ്റിയിന്മേലുള്ള ഔദ്യോഗിക നിലപാട് ചേംബർ വെളിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സേതുലക്ഷ്മി. ശരി കൃഷ്ണപ്രിയ.